ഇത് സമ്മാനങ്ങളുടെ ഓണക്കാലം. ഈ ഓണത്തിന് സന്തോഷവും സമ്മാനങ്ങളും ഇരട്ടിയാക്കാം. ഹയ ഗോൾഡൻ ഡയമണ്ട് ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. ഓരോ അരപ്പവൻ സ്വർണ്ണാഭരണത്തോടൊപ്പം ആകർഷകമായ ഒരു സെറ്റ് സാരി ഓണ സമ്മാനമായി നേടൂ. മാത്രമല്ല, സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ഉടനടി നേടാം ഗോൾഡ് കോയിൻ, നോൺ സ്റ്റിക് തവ, ഡിന്നർ സെറ്റ് തുടങ്ങിയ വിസ്മയ സമ്മാനങ്ങളും. ഈ ഓണം ആഘോഷമാക്കൂ ഹയയോടൊപ്പം. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ, വടപുറം, നിലമ്പൂർ, എളങ്കൂർ. വനവും വന്യജീവികളും സംരക്ഷിക്കപ്പെടുന്നതോടൊപ്പം മനുഷ്യരുടെ അവകാശങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടണമെന്നും ഫോറസ്റ്റ് സ്റ്റേഷനുകൾ കൂടുതൽ ജനസൗഹൃദമായി മാറണമെന്നും റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വനം വന്യജീവി വകുപ്പ് നിലമ്പൂർ സൗത്ത് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച വനം അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, ഞാൻ ചിലപ്പോഴൊക്കെ മീറ്റിംഗ് കിട്ടുന്ന അവസരങ്ങളിൽ പറയാറുണ്ട്, ഒരു സേന എന്നുള്ള നിലയ്ക്ക് ഇന്ന് നമ്മുടെ മാറിയ സാഹചര്യം കൂടി എല്ലാവരും ഉൾക്കൊള്ളണം. ഇന്ന് പോലീസിനകത്തായിരുന്നു മുമ്പ് പോലീസിനെ കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങളുണ്ടായിരുന്നു. ഇന്ന് പോലീസ് അതിനകത്ത് വലിയ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. ഇന്ന് ഒന്നിലേ എന്നല്ല, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പോലീസ് ജനങ്ങളോടുള്ള സമീപനങ്ങളിൽ വളരെ വലിയ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഫോറസ്റ്റ് എനിക്കിപ്പോഴും തോന്നിയിട്ടുണ്ട്, ഞാൻ അത് മിനിസ്റ്ററുടെ മുന്നിൽ ഞാൻ സൂചിപ്പിച്ചു, ഫോറസ്റ്റ് ഇപ്പോഴും വല്ലാത്ത രീതിയിലുള്ള ജനങ്ങളെ സമീപിക്കുന്ന സാഹചര്യമാണ്. ജനങ്ങളെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമപരമായും ശാസ്ത്രീയമായിട്ടുമായിരിക്കണം സമീപിക്കേണ്ടത്. ഒരു അപരിഷ്കൃതമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഫോറസ്റ്റ് വകുപ്പിൻ്റെ ഭാഗത്തുണ്ടാകും. ഈ 3 മാസം കാലം കൊണ്ടുണ്ടായ കാര്യമല്ല കേട്ടോ, കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിലനിൽക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ഫോറസ്റ്റും കുറേ ജനസൗഹൃദമായി മാറണം. പോലീസ് സ്റ്റേഷൻ മാത്രമല്ല, ഫോറസ്റ്റ് സ്റ്റേഷനുകളും ജനസൗഹൃദ സ്റ്റേഷനുകളാവണം. ജനങ്ങൾ പ്രയാസം പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന സാഹചര്യമുണ്ടാകും. എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. പക്ഷേ പഴയ കാലഘട്ടത്തെ പോലെ പോലീസ് കാണിക്കുന്ന അതിക്രമം പോലെ ഏതെങ്കിലും ഒരു പ്രതി ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ക്രൂരമായി പെരുമാറുന്ന സമീപനം ഒരു കാരണവശാലും അത് ഒരു നല്ല സേനയ്ക്ക് ചേർന്നല്ല. നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഏറ്റവും കടുത്ത ശിക്ഷ വാങ്ങിച്ചു കൊടുക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്ന പല സന്ദർഭം ഞാൻ ജനറലൈസ് ചെയ്ത് പറയുകയില്ല, പക്ഷേ ചില സന്ദർഭങ്ങളിലൊക്കെ അത്തരത്തിലുള്ള വാർത്തകളും കാര്യങ്ങളും നമ്മൾ കാണുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും പോലീസിന് വന്ന മാറ്റം പോലെ ഫോറസ്റ്റിലെ സേനയ്ക്കും അല്പം മാറ്റങ്ങൾ അനിവാര്യമാണ്. ഏറ്റവും നല്ല രീതിയിൽ പോകണം. ഇന്ന് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ജനങ്ങൾ അവെയറാണ്. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ ജനങ്ങൾ വീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും ആ രീതിയിലുള്ള സമീപനം, 1-2 പേരായിരിക്കും ചിലപ്പോൾ, 1-2 പേരാണെങ്കിൽ പോലും അതൊരു സേനയ്ക്ക് മുഴുവൻ മോശമായ അഭിപ്രായം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സമീപനം കൂടി ഉണ്ടാവണം. മലയോര മേഖലയിൽ മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ജനങ്ങളുമായി മികച്ച സൗഹൃദവും സഹകരണവും ഉണ്ടാക്കിയെടുക്കേണ്ടത് ആവശ്യമാണ്. റവന്യൂ വനം വകുപ്പുകൾ സംയുക്തമായി യോഗം ചേർന്ന് ആദിവാസി മേഖലയിലെയും മറ്റ് ജനവിഭാഗങ്ങളുടെയും പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി. 6 അപേക്ഷകർക്കുള്ള വനം നിരാക്ഷേപ സാക്ഷ്യപത്രം NOC വിതരണവും വന്യജീവി ആക്രമണത്തിനിരയായ 8 പേർക്കുള്ള നഷ്ടപരിഹാര തുക വിതരണവും മന്ത്രി നിർവഹിച്ചു. 12 പരാതികളാണ് അദാലത്തിൽ ലഭിച്ചത്. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K അമൃത അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മുസ്തഫ അബ്ദുൽ ലത്തീഫ്, ഷാഹിന നിയാസി, കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജസീറ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ KT ഷംസുദ്ദീൻ, PR രോഹിൽനാഥ്, സുമാ താരിയൻ, രമാരാജൻ, കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സൈഫുനിസ, ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ G ധനിക്ലാൽ, കാളികാവ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ PT മുബഷീർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, വണ്ടൂർ.